നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, പക്ഷെ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. അങ്ങനെയാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. അതായത് ഫിലിപ്പ് മാമ്പാടൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർമാരുടെയും അങ്ങനെയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു കേസ് ചാർജ് ചെയ്തത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പരാതി കിട്ടിയിട്ട് ഒരു 5-10 ദിവസമായിട്ടുണ്ടാകും. കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ്, അതായത് ഫിലിപ്പിനെ പോലെയുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അങ്ങനെ പോയിട്ടൊന്നും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൃത്യമായിട്ട് തെളിവില്ലെങ്കിൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ തൊപ്പി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തെളിവോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ലഹരി മാഫിയ ചതിച്ചതാണോ എന്നുള്ളതാണ്. അതായത് ഫിലിപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയത്? എന്ത് ധൈര്യത്തിലാണ് ഫിലിപ്പ് അങ്ങനെ ഒരു കുട്ടിയെയും കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്? അതുമാത്രവുമല്ല, എങ്ങനെയാണ് മാതാപിതാക്കൾ ഇതുപോലെയൊരു മകളെ എന്തുകൊണ്ടാണ് ഫിലിപ്പിനെ പോലെയുള്ള ഒരാളെ ഏൽപ്പിച്ചത്? അയാളെ എടുത്ത് എന്ത് വിശ്വാസത്തിലാണ് ഏൽപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാവുമല്ലോ, കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരും ഇല്ലാതിരിക്കുക, ഫിലിപ്പ് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് അതുപോലെ ചെയ്യോ? അങ്ങനെ ഒരു മാതാപിതാക്കൾ ചെയ്യോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഫിലിപ്പ് സംരക്ഷിക്കാൻ പാടുണ്ടോ? അതായത് ഈ ഫിലിപ്പ് എന്ന് പറയുന്നവന് കുറച്ചൊക്കെ ബുദ്ധിയില്ലേ? ഫിലിപ്പിന്റെ ഭാര്യയില്ലേ? ഫിലിപ്പിന്റെ മക്കളില്ലേ? അവരെ ബന്ധുക്കളില്ലേ? അവരൊക്കെ ഉള്ള വീട്ടിലായിരിക്കൂലേ ചിലപ്പോൾ സംരക്ഷിച്ചിട്ടുണ്ടാവുക. അതുമാത്രമല്ല, ഫിലിപ്പിനെ അവരുടെയൊക്കെ മുന്നിൽ, നമ്മളുടെ മുന്നിൽ ഹീറോയും അവരുടെ മുന്നിലൊക്കെ വില്ലന്മാരാണോ? അതും ഒരു സംശയമുണ്ട്. അതായത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ ഇനിയൊരു വില്ലത്തരമാണോ ഇയാൾ കളിക്കുന്നത്? ഇയാളുടെ മുഖം മൂടി ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അതായത് എനിക്കറിയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അതായത് എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. പക്ഷേ അയാളുടെ മനസ്സ് മുഴുവൻ തന്നെ കുഷ്ഠമാണ്. അയാളുടെ ഭാര്യയോടും മക്കളോടും ചോദിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അയാളുടെ മനസ്സ് എങ്ങനെയാണെന്ന്. പലപ്പോഴും അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല, അയാൾ ഉള്ളിൽ വേറൊരാളുണ്ട് എന്ന് പറയാറുണ്ട്. അതേപോലെ പല ആൾക്കാരും ഉണ്ട്. പല ആൾക്കാരും നമ്മളിങ്ങനെ കാണുമ്പോഴേ നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ ഫിലിപ്പൊന്നും ഈ സൗജന്യമായിട്ടൊന്നും അല്ല ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നല്ല പൈസ എണ്ണി വാങ്ങിച്ചിട്ടാണ്, പൈസ പറഞ്ഞു വാങ്ങിക്കുന്നതെന്നാണ് പറഞ്ഞു നൽകുന്നത്. ഓരോ പ്രോഗ്രാമിനും വേണ്ട പൈസകൾ കൃത്യമായിട്ട് എണ്ണി വാങ്ങിച്ചതിന് ശേഷമാണ് അവിടെ പോയിട്ട് കൃത്യമായി ഇത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സൗജന്യ സേവനമോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായി സ്വയം വിരമിച്ച് ഇതിനു വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ സേവനമൊന്നുമല്ല. ഫിലിപ്പ് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്തകൾ വരാറുണ്ട്. അതായത് ഇദ്ദേഹം ബോംബെയിൽ എവിടെയോ പോയി കിടന്നിരുന്നു കുറേ നാള്. അന്ന് ലഹരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചില വാസനകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. ഇനി ആ സ്വഭാവങ്ങളെല്ലാം പുറത്തു വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർ ഫ്രോഡ് തരം സ്വഭാവം ഉണ്ടല്ലോ, അത് എപ്പോ വേണമെങ്കിലും പുറത്തു വരാം. നമ്മളിനി എത്ര നല്ലവനായാലും ശരി, നല്ല കുട്ടിയായിട്ട് നമ്മൾ വളരുമ്പോഴോ ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ എന്തെങ്കിലും പുറത്തു വന്നതാണോ? അതും സംശയമുണ്ട്. അതായത് ഇയാൾ പണ്ട് ചെറുപ്പകാലത്തുള്ള ആ ഒരു ശീലം എന്ന് പറഞ്ഞാൽ മറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നല്ലൊരു മനുഷ്യൻ, നമ്മളെ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ നെടുമുടി വേണുവിനെ പോലെ ഭാര്യയുടെയും മക്കളെയും മുന്നിൽ നല്ല ഡീസന്റ് മനുഷ്യൻ, എല്ലാ മാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂകാംബിക പോന്ന്, പിന്നീട് അയാൾ മരിച്ചപ്പോഴാണ് അറിഞ്ഞത് 2 മക്കളുടെ അയാൾക്കെന്ന്. അതുപോലെയുള്ള മനുഷ്യനായിക്കൂടെ? ചിലപ്പോൾ ഇയാളുടെ ഒരു മുഖംമൂടിയായിരിക്കാം. ഇയാൾ ലഹരിക്കെതിരെ പോരാടുന്നത് ഇദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖംമൂടിയായിരിക്കാം. അതിൻ്റെ അകത്തൂടെ വന്നിട്ട് ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇയാൾ മുതലെടുക്കുന്നുണ്ടാകാം. പലപ്പോഴും പല ആൾക്കാർക്കും ഇത് തുറന്നു പറയാൻ കഴിയില്ല. അതായത് ഇങ്ങനെയൊരു സംഭവങ്ങൾ വരുമ്പോഴാണ് പല ആൾക്കാരും പലതും പറയുന്നത്. ഇന്നിപ്പോഴും ചില കമന്റുകളൊക്കെ കാണാനായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിലപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ചതി ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോഴും ചില ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഫിലിപ്പിന്റെ കുടുംബം ഇതിൻ്റെ അകത്തൊന്നും പറയാഞ്ഞത്? ഫിലിപ്പിന്റെ കുടുംബം വന്നിട്ട് ഇപ്പൊ എവിടെയും പറയുന്നില്ല. ഭാര്യയൊക്കെ എന്ന് പറഞ്ഞ സീരിയൽ നടിയാണ്, അവർക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാം, തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവർക്ക് വാദിക്കാം, തന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ, തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ അവർ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കുടുംബം, അയാൾ പോലും മൗനം പാലിക്കുകയാണ്. അയാൾ പറയുന്ന പോലെ ഇനിയിപ്പോ എല്ലാം കോടതിയിൽ പറയാം, ശരിയാന്ന് കോടതിയിൽ പറയേണ്ടി വരൂ, കോടതിയിൽ നമുക്ക് തെളിയിക്കാം, അതൊന്നും വിഷയമില്ല. പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു സംഭവമാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകുമ്പോഴേ, ഫിലിപ്പ് ഇന്നലെ മുഖം മൂടിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് സംശയമാണ് തോന്നിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിരപരാധിയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അയാൾ കൃത്യമായിട്ട് വിളിച്ചു പറയും, എന്നെ കുടിക്കതാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയും.
പക്ഷെ അതുപോലും അയാളെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള വാക്കുകൾ ഇപ്പോഴാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇയാൾ എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നോ, ഇയാൾ മരിക്കുമെന്ന് പറയുന്നുണ്ടെന്നോ, എന്തിനൊന്നല്ല, ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ മനുഷ്യന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോ ഇതൊരു കപടതയുടെ മുഖംമൂടിയാണെങ്കിലോ, അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയാണെങ്കിലോ. ഇപ്പോഴും വേറെ ഒന്നും വേണ്ട, ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കഴിഞ്ഞ മാസം ഒരു ജനുവരി മാസത്തിലാവുന്നു, 1.5 മാസം മുമ്പ് ഒരു മകളെ കൊലപ്പെടുത്തിയിട്ട് അച്ഛൻ ഇതുപോലെ ജീവനൊടുക്കി. അതിന്റെ കാരണം ഇന്ന് അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ മകള് ഏകദേശം 1 വർഷത്തോളമായിട്ട് അതന്നെ അതിനിരയായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ അച്ഛനും മകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ മാന്യനാണ്, അയാൾ മാന്യതയുടെ മുഖംമൂടിയിട്ടിട്ടാണ് അയാൾ ജീവിച്ചത്. അയാൾ മാന്യനാണ്, സമൂഹത്തിലെ മാന്യനാണ്. ഒരാൾക്ക് പോലും അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾക്ക് പോലും അയാളെ സംശയത്തോടു കൂടി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ നല്ലൊരു അച്ഛനാണ്, നല്ലൊരു നാട്ടുകാരനാണ്, നല്ലൊരു ജോലിക്കാരനാണ്, നല്ലൊരു ഭർത്താവാണ്, ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും എല്ലാം തെളിഞ്ഞില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ എന്താ, അയ്യോ പാവം നല്ല മനുഷ്യൻ. അന്ന് ഒരു 1.5 മാസം മുമ്പ് ആ മകൾക്ക് വേണ്ടിയിട്ടും ആ അച്ഛനും വേണ്ടിയിട്ടും കരഞ്ഞവര്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് വരെ നോക്കേണ്ടി വരും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ തന്നെയാണോ അല്ലെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും മരിച്ചവരിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നൊന്നും പറയാനും പോകുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു മുഹമ്മദ് സാറ്, ഈ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാസികളുടെ കണ്ണിലുണ്ണിയാണ്. പ്രവാസികൾക്ക് വേണ്ടി അത്രത്തോളം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളെടുക്കുന്ന ഇങ്ങനെ അയാളുടെ തരത്തിലുള്ള ഒരു ആരോപണം ഇങ്ങനെ വന്നപ്പോഴേ, ആരോപണമല്ല, അതിന്റെ സ്ത്രീ തന്നെ ഇന്നലെ വെട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരൊക്കെ എത്ര പ്രവാസികളുടെ ഭാര്യമാരെയൊക്കെ ചിലപ്പോൾ ചൂഷണം ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എത്രമാത്രം പ്രവാസികളുടെ ഭാര്യമാർക്കും അതുപോലെ മക്കൾക്കൊക്കെ ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും അവർ പറയില്ല ചിലപ്പോഴേ. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പല ആൾക്കാർക്കും ഭയമാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി ഒരു പരിധി വരെ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാം, ഭയന്നിട്ട് മിണ്ടാതിരിക്കും. അതായത് ഇതിന്റെ പേരിൽ ഇനി പ്രശ്നം വേണ്ട, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി ഒരു ഇത് വേണ്ട എന്ന് കരുതിയിട്ട് അവർ മിണ്ടാതിരിക്കും. ഇപ്പൊ പല ജോലി സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാർ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് അകലം പാലിച്ച് നിൽക്കലാണ്. കഴിയില്ല ഇവന്റെ, ഇനിയിപ്പോ ഇവൻ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇവനുമായിട്ട് ഇത് വേണം. അതുമാത്രമല്ല, ഇത് മൊത്തത്തിൽ ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ അതിലും ഭയങ്കര പ്രശ്നം. ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വന്നിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്താൽ ഭർത്താവ് ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഭയങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും മിണ്ടാതിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ അവരെല്ലാവരും തുറന്നു പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പല മാന്യന്മാരുടെ മുഖം മൂടിയും അഴിഞ്ഞു വീഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലും നല്ല ജനങ്ങള്, അതായത് അതായത് 100 ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരാൾ മാത്രമേ തുറന്നു പറയുന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ പല മാന്യന്മാരുണ്ട്, മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്കത് ഫിലിപ്പ് മാമ്പാട് അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അയാളുടെ കൂടെ അയക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അയാൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടുണ്ടോ? ഒരു എന്താ പറയേണ്ടത്, ഒരു ആളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അയാൾക്ക് എന്താ സാമാന്യ ബോധമില്ലേ? പിന്നെ വീട്ടുകാർക്ക് എന്താ സാമാന്യ ബോധമില്ലേ? ഇങ്ങനെയുള്ളൊരു ഒരു ആളെ ആരെങ്കിലും അങ്ങനെ അയക്കുവോ? അവർക്കെന്ന് പറഞ്ഞാൽ പരസഹായം വേണ്ടേ? അതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ വല്ലവന്റെയും കൂടെ അയക്കോ, വല്ല വീട്ടിലും അയക്കോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫിലിപ്പും അതുപോലെ തന്നെ ആ വീട്ടുകാരും ഫിലിപ്പിന്റെ വീട്ടുകാരും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടും. ഫിലിപ്പിന്റെ വീട്ടുകാർ മൗനാനുവാദം നൽകിയതാണോ? കൃത്യമായിട്ടും ഫിലിപ്പിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യണം. ഫിലിപ്പ് എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്? ഫിലിപ്പ് ക്രൂരനാണോ അല്ല ഫിലിപ്പ് നല്ലവനാണോ? അവർക്ക് ചിലപ്പോൾ പലതും പറയാനുണ്ടാകും. അവർ ചിലപ്പോൾ ഭയന്നിട്ട് പറയാതിരിക്കുന്നതായിരിക്കും. ചില ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അതായത് നാട്ടിൽ ഹീറോ ആയ പല ഓന്മാരും വീട്ടിൽ ചിലപ്പോൾ വില്ലന്മാരായിരിക്കും. വീട്ടിൽ വില്ലന്മാരാകുന്ന ഒരുപാടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് അയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഫിലിപ്പിനെ പിടികൂടിയപ്പോൾ ഇവിടെ എല്ലാവരും ഫിലിപ്പിനെ തന്നെ അറിയാം. അപ്പൊ ഇത്രയും ഇമേജുള്ള ഒരാളാണ് ഫിലിപ്പ്. ഫിലിപ്പിനെ പിടികൂടിയിട്ട് ഇപ്പോൾ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫിലിപ്പ് അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ചോദ്യങ്ങൾ ഇതാണ്, എങ്ങനെയാണ് ഫിലിപ്പിന്റെ വീട്ടിൽ വന്നത്? ഫിലിപ്പിന്റെ വീട്ടുകാർ എവിടെ? എന്റെ സംരക്ഷണയിലായിരുന്നു കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയും കൂടി കൊടുക്കൂലേ? അവര് കണ്ണടച്ചതാണോ ഇനി? അല്ല ഫിലിപ്പിന്റെ കൂടെ അവരും ഉണ്ടായിരുന്നോ? ഇനി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണോ? അതുപോലെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്.
അല്ലാതെ വെറുതെ പിന്നെ എന്താ പറയേണ്ടത് ഫിലിപ്പ് മാത്രമാണോ ഒന്നും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഏതായാലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ കൃത്യമായിട്ടും ആ മാതാപിതാക്കളെ വരെ എൻ്റെ അഭിപ്രായത്തിൽ പിടിച്ച് ഉള്ളിലിടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പിന്നമായിട്ട് വൈകല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകുന്നതിന് പകരം ഇതുപോലെയുള്ള ആഭാസന്മാരുടെ അടുത്ത് കൊണ്ടുപോയത് വളരെ തെറ്റ് തന്നെയാണ്. പിന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുത്തവരെ ജയിലിടണം ഇത് ജയിലിടണം എന്നൊന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, അതായത് അവരും ഏതോ ഒരു ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബാധ്യതയായിരിക്കും. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസങ്ങളിൽ സമാധാനത്തിൽ ഇരിക്കാലോ അങ്ങനെ കരുതിയിട്ട് കൊണ്ടുവിടുന്ന ആൾക്കാരും ഉണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇങ്ങനെ നോക്കി നോക്കി മടുത്ത് ഒരു സ്ഥലത്ത് പോലും പോകാൻ പറ്റാതെ, അതായത് ഇങ്ങനെയുള്ള ചില കുട്ടികളൊക്കെ വയലൻ്റ് ആകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ ദുഃഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില മാതാപിതാക്കൾ എന്ത് ചെയ്യും, ആരെങ്കിലും ഒന്ന് നോക്കാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ നിമിഷം എന്നാൽ പിന്നെ കൊണ്ടുപോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ, അതായത് ഈ ഫിലിപ്പിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്, ഏത് സാഹചര്യത്തിലാണ് അവരെ കൊണ്ടുവിട്ടത്, അതുപോലെ തന്നെ ഇതുള്ളതാണോ നുണയാണോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പരിശോധിക്കണം കൃത്യമായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെയൊരു പരാതി വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോയിട്ടൊന്നും അറസ്റ്റ് ചെയ്യില്ല. ഫിലിപ്പിനെ പോലെ ഒരാളെ, ഫിലിപ്പിനെ ഒന്നും അകത്താക്കണം എന്ന് ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഫിലിപ്പിനോട് ദേഷ്യമുള്ള ഒരു 100-ൽ ഒരു 2 പേരുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ 98 പേരും ഫിലിപ്പിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ട് ഫിലിപ്പിനെ അകത്താക്കണം, ഫിലിപ്പ് അങ്ങനെ വെൽസുണ്ടാവുന്ന ആരും കരുതൂല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പല കുടുംബങ്ങളും ഇതിൻ്റെ പേരിൽ നാറിപ്പോകുന്നുണ്ട്, പല മരണങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാഷനാണ്. ഇപ്പം ഞാൻ കാണുന്ന ഇതൊന്ന് ഇതിനിടക്ക് കണ്ടില്ലേ, കോടതി പറഞ്ഞിട്ട് വരെ, അതായത് ചില ടീമുകളൊക്കെ 1, 2, 3 തവണയൊക്കെ എന്ന് എന്തിനാണ് കൊണ്ടിരിക്കലും പോകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ അറപ്പ് തോന്നിപ്പോകും ചില വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഒരാളെയും വിശ്വസിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവരുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുറുക്കൻ ഉണ്ടാകും, ഒരു ക്രൂരൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവരേണ്ടത്. ഇനി ഫിലിപ്പ് നല്ല ആളാണെങ്കിൽ ഫിലിപ്പ് തിരിച്ചു വരട്ടെ, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.